നമ്മൾ ഇന്നലെ ഒരു ഗോൾഡൻ ത്രെഡിനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? ജഡ്ജ്മെൻറ്റ്, ലിറ്റർജി, റെവലേഷൻ ഓഫ്. അപ്പോൾ അതിൽ നമ്മൾ ഇനിയുള്ള 2-3 അധ്യായം നോക്കുമ്പോൾ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചൊന്ന് കുറച്ച് കാണാം. അതിന് ആധാരമായിട്ട് ആദ്യം നമ്മൾ ലേവിയറിൻ്റെ പുസ്തകം 26-ാം അധ്യായം 18 മുതൽ 28 വരെ ഒന്ന് വായിക്കാം. ലേവിയർ 26, 18 മുതൽ 28 വരെ. ഇതെല്ലാമായിട്ടും എന്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ഞാൻ നിങ്ങളെ 7 ഇരട്ടി ശിക്ഷിക്കും. 7 ഇരട്ടി ശിക്ഷിക്കും. ശക്തിയിലുള്ള നിങ്ങളുടെ അഹങ്കാരം ഞാൻ നശിപ്പിക്കും. ആകാശം നിങ്ങൾ ഇരുമ്പ് പോലെയും ഭൂമി പിത്തള പോലെയും ആക്കും. നിങ്ങളുടെ കരുത്ത് ഞാൻ നിഷ്ഫലമാക്കും. നിങ്ങളുടെ ദേശം വിളവ് തരികയോ വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയോ ഇല്ല. നിങ്ങൾ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയും എന്നെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷയായി 7 ഇരട്ടി അനർത്ഥങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ കടത്തിവിടും. അവ നിങ്ങളുടെ മക്കളെ അപഹരിക്കുകയും കന്നുകാലികളെ നശിപ്പിക്കുകയും അങ്ങനെ നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വീഥികൾ വിജനമാക്കും. അതായത് ജഡ്ജ്മെന്റ് ഉണ്ട്. ഈ ജഡ്ജ്മെന്റിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് വെളിപാടിന്റെ പുസ്തകം 4 സെക്ഷനായിട്ട് കാണാൻ സാധിക്കും. ഒന്ന്, ജഡ്ജ്മെന്റ് ഓൺ ഫാൾസ് അപ്പോസൽസ്, അത് ചാപ്റ്റേഴ്സ് 2 and 3-ലാണ്. പിന്നെ 2, ജഡ്ജ്മെന്റ് ഓൺ ഫാൾസ് ഇസ്രായേൽ, ചാപ്റ്റേഴ്സ് 4 to 7. പിന്നെ ജഡ്ജ്മെന്റ് ഓൺ ദ ഈവിൾ കിങ് ആൻഡ് ഫാൾസ് പ്രോഫറ്റ്സ്, ചാപ്റ്റേഴ്സ് 8 to 14. പിന്നെ ജഡ്ജ്മെന്റ് ഓൺ ദ റോയൽ ഹെറാൾഡ്, ചാപ്റ്റേഴ്സ് 15 to 22. ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന 4 ലെറ്റേഴ്സാണ്. അതിനകത്ത് ഈ കാര്യം തന്നെ വരുന്നുണ്ട്. ഇതൊരു ഫ്രെയിം വർക്കായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് ജഡ്ജ്മെൻറ്റ് നടക്കുന്നത്. ഫാൾസ് അപ്പോസൽസ്, ഫാൾസ് ഇസ്രായേൽ, ഫാൾസ് കിങ് ആൻഡ് പ്രോഫറ്റ്സ്, പിന്നെ ജഡ്ജ്മെൻറ്റ് ഓൺ ദ റോയൽ ഹെറാൾഡ്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് എഫേസുസിൻ്റെ ലെറ്ററിൽ ജഡ്ജ്മെൻറ്റ് ഓൺ ദ ഫാൾസ് അപ്പോസൽസ് കാണാൻ പോകുന്നത്. രണ്ടാമത്തെ സ്മിർനയ്ക്ക് എഴുതിയിട്ടുള്ള ലെറ്ററിലാണ് ജഡ്ജ്മെൻറ്റ് ഓൺ ഫാൾസ് ഇസ്രായേൽ. പെർഗമും എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ലെറ്റർ ഇട്ട് തന്നെയാണ് ഈവിൾ കിങ്ങും ഫാൾസ് പ്രോഫറ്റും കാണുന്നത്. തെയ്യാറ്റിറ ആ സഭയ്ക്കാണ് ജഡ്ജ്മെൻറ്റ് ഓൺ ദ ഹെർലോട്ട് കാണുന്നത്. ഇത് നമ്മളിനി അതിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പോഴാണ് ഇതൊരു ക്ലാസിഫിക്കേഷനാണ്. പുസ്തകത്തിനകത്ത് ഈ 4 ടൈപ്പ് ആൾക്കാർക്കുള്ള ജഡ്ജ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇത് നമുക്കും സൂചനയാണ്. ഈ 4 കാറ്റഗറിയിൽ നമ്മൾ പെടരുത്. നമ്മൾ ഈ 4 കാറ്റഗറിയിൽ പെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ജഡ്ജ്മെൻറ്റ് ഉറപ്പാണ്. കാരണം ഇത് കാരണം ഇത് ലേവിയറിൻ്റെ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ്ലി വി ഗോ ടു ദ സെക്കൻഡ് ചാപ്റ്റർ. ഈ ലെറ്റേഴ്സിന് ഒരു കോമൺ സ്ട്രക്ചർ ഉണ്ട്. അപ്പം ഇങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഓരോ ലെറ്റർ വായിക്കുമ്പോഴേക്കും നമുക്ക് ക്ലിയർ ആയിട്ട് ഇനി നമ്മൾ ഈ വെളിപാടിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും എന്താ ഈ പറയണതെന്നുള്ള, അല്ലെങ്കിൽ ഇത് ആകെ എന്തൊക്കെയാണ് അതുകൊണ്ട് പെട്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാന്ന് പറയും. അതൊരു തരം കാരണം ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, മനസ്സിലാക്കേണ്ടത് ആരാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. വെളിപാട് 1:1 ഒരു ദാസന്റെ കാര്യം പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ഈ വെളിപാട് ശരിക്കും ആഴമായുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ കർത്താവിൻ്റെ ദാസരായവർക്ക് പറഞ്ഞിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. കാരണം എത്ര വായിച്ചു കഴിഞ്ഞാലും
ഇതിൻ്റെ എന്താണ് ഇങ്ങനെ എല്ലാം കുറേ മറുചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് കർത്താവിൻ്റെ ദാസരാകുമ്പോഴാണ് എത്രമാത്രം നമ്മൾ വിശുദ്ധിയിലേക്ക് വളരുന്നോ അത്രത്തോളം ഇത് കൂടുതൽ കൂടുതൽ മനസ്സിലാവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കിതിൻ്റെ ആദ്യം ഒരു സ്ട്രക്ചർ, ഈ 7 ലെറ്റേഴ്സിന് ഒരു സ്ട്രക്ചർ ഉണ്ട് അനുക്രമമായിട്ട്. എല്ലാം ആദ്യം ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആദ്യം ഫസ്റ്റാണ് എല്ലാവരും ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഈശോയെ തന്നെ ഓരോ ലെറ്ററിലും ഈശോ സ്വയം റിവീൽ ചെയ്യുന്നുണ്ട്, ഒരു പുതിയ ടൈറ്റിലായിട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈശോ ഇവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ആരാണ് എന്ന് പറയുന്നുണ്ട്, ഹൂ ആർ യു. പിന്നെ ഈശോ നാലാമത് പറയുന്നത് അവർക്കുള്ള ഉപദേശം കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ജനറൽ ആയിട്ടുള്ള എക്സോട്ടേഷൻ കൊടുക്കുന്നുണ്ട്, എല്ലാ സഭകൾക്കുമായിട്ടുള്ളൊരു ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആറാമതായിട്ട് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഈ 7 സഭകൾക്കും ചില സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ആ സാഹചര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. എഫെസസ് സഭ ഒരു വിജാതീയ മതാത്മക നഗരമാണ് എഫെസസ്. അതായത് പാഗൺ റിലീജിയസ് സിറ്റിയാണ്. പിന്നെ സ്മിർന എംപറർ വർഷിപ്പിൻ്റെ സെൻറ്ററാണ്. എംപറർ വർഷിപ്പാണ് അവിടെ നടക്കുന്നത്. മൂന്നാമത്തത് പെർഗമം, ഏറ്റവും ആദ്യം എംപറർ വർഷിപ്പ് നടന്ന സ്ഥലമാണ് ഏഷ്യയിലെ. പിന്നെ തിയത്തേരിയ സഭ, അവിടെ ട്രേഡ് ഗിൽസുകൾ നടന്നിരുന്നതാണ്. അവിടെയാണ് ഇംപ്യൂർ വർഷിപ്പ് നടന്നിരുന്ന സ്ഥലമാണ്. ട്രേഡ് ഗിൽസും അത് ബിസിനസ്സും കാര്യങ്ങളും നടന്നത്. അപ്പോൾ അവിടെ ഇംപ്യൂർ വർഷിപ്പ് നടന്നിരുന്നു. സാർദീസ്, ഇത് വളരെയധികം വെൽത്തി ആയിട്ടുള്ളതും സോഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ്. ഫിലഡൽഫിയ, പിന്നെ ഈ ഓരോ സ്ഥലത്തും ഓരോ ദേവനുണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ പിന്നെ കാണും. ഇതൊക്കെ ഇപ്പോഴും ഉള്ളവർ തന്നെയാണ്, വേറെ രൂപത്തിൽ. ഡൈനോഷ്യസ് എന്ന് പറയുന്ന ആളാണ് ചീഫ് ഡെയിറ്റി. അത് ഗോഡ് ഓഫ് വൈനാണ്. ഇതാണ് ഫിലഡൽഫിയ. പിന്നെ അവസാനത്തെ സഭ എന്ന് പറയുന്നത് വളരെ എക്കണോമിക് ആൻഡ് സോഷ്യലായിട്ട് വളരെയധികം ഉയർന്ന ഒരു സ്ഥലമാണ്. ഇതാണ് ഇവരുടെ സിറ്റുവേഷൻസ്. നമുക്ക് ഈ ലെറ്റേഴ്സിനെ 4 തരത്തിൽ കാണാൻ സാധിക്കും, അപ്ലിക്കേഷൻസ്. ഇത് ശരിക്കും അന്നുണ്ടായിരുന്ന സഭ തന്നെയാണ്, ഇന്ന് പലതും ഇല്ല. ലോക്കലി നമുക്ക് മനസ്സിലാക്കി ഇത് റിയൽ ചേർച്ചസാണ്. അന്നുണ്ടായിരുന്ന ഈ 7 സ്ഥലവും ഒരു രൂപതയോ ഒരു പള്ളിയോ അങ്ങനെയായിരുന്നു അത്. ഓക്കെ. പിന്നെ നമുക്കിതിനെ സഭാത്മകമായിട്ട് കാണാൻ പറ്റും. ആദ്യം നമുക്ക് ലോക്കലി കാണാൻ പറ്റും, ആസ് ഇറ്റ് ഈസ്. ഇത് എല്ലാ കാലത്തുമുള്ള സഭയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ കാലത്തും. ഇത് 7 തരം സഭയെക്കുറിച്ചാണ് പറയുന്നത്. 7 തരത്തിൽ സഭ മാറാം. എന്തായിരിക്കും അത്? നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എഫെസസ് സഭയെക്കുറിച്ച് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ആ സഭ ഏത് തരത്തിലുള്ള സഭയായിട്ടാണ് തോന്നുന്നത്? എന്താണ് ആ സഭയുടെ പ്രത്യേകത? ലവ്ലെസ് ചർച്ച്, സ്നേഹമില്ല. രണ്ടാമത്തെ, ഇതൊക്കെ നമ്മളിനി വായിച്ചു വരുമ്പോൾ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. രണ്ടാമത്തത് സ്മിർന, പേഴ്സിക്യൂട്ടഡ് ചർച്ച്, പീഡിപ്പിക്കപ്പെടുന്ന സഭ. സ്നേഹമില്ലാത്ത സഭ, അടുത്ത് പീഡിപ്പിക്കുമെന്ന സഭ. മൂന്നാമത്തത് പെർഗമം, കോംപ്രമൈസ് ചെയ്യുന്ന സഭ. 4 തിയത്തേരിയ സഭ, കറപ്റ്റ് സഭ. അടുത്ത് സാർദീസ് സഭ, അത് മൃതമാണ്, ഡെഡ് ചേർച്ച്. ഒരെണ്ണാണ് നല്ലതേ ഉള്ളൂ കേട്ടോ, ഫിലഡൽഫിയ, ഫെയ്ത്ത്ഫുൾ ചർച്ച്. പിന്നെ ലൗദിക്യ സഭയെക്കുറിച്ച് പറയുന്നത് ലുക്ക് വാം ചർച്ച്. ഈ കീ വേർഡ്സ് ഉപയോഗിച്ചാണ് നമ്മളിനി ഈ സഭ ലോക്കൽ പറഞ്ഞു, എക്ലയാസിസ്റ്റിക്കൽ പറഞ്ഞു. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സഭയുടെ പല കാലഘട്ടങ്ങളിൽ.
അതാണ് പ്രൊഫറ്റിക്കൽ. പിന്നെ ഇതൊന്നുമല്ല നമ്മുടെ ധ്യാനത്തിന് പ്രധാനപ്പെട്ട് പേഴ്സണൽ. ദിസ് മെസ്സേജ് ഈസ് ഫോർ മീ. ഇതിൽ പറയുന്ന സ്വഭാവ പ്രത്യേകതകൾ എൻ്റെ ജീവിതത്തിൽ എവിടെയാണ്? അതാണ് ധ്യാനം വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്. ഹൗ ആം ഐ? ഞാൻ ലവ്ലെസ് ആണോ? ഞാൻ പേഴ്സിക്യൂട്ടഡ് ആണോ? പിന്നെന്താണ്? കോംപ്രമൈസിങ് ആണോ? കറപ്റ്റഡ് ആണോ? എന്തോ ഡെഡ് ആണോ? ഫെയ്ത്ത്ഫുൾ ആണോ? ലുക്ക് വാം ആണോ? ഇതാണ് ധ്യാനത്തിൻ്റെ ഇതിൽ നമുക്ക് നോക്കാൻ. പക്ഷെ മറ്റു ഭാഗങ്ങൾ അറിയണം, നമ്മൾ പലതിൻ്റെയും ഭാഗമാണല്ലോ. അപ്പോൾ ഇങ്ങനെ 4 തലത്തിലാണ് ഈ ലെറ്റേഴ്സിനെ നമ്മൾ. അപ്പോൾ ഇത് പല ആംഗിളിൽ കൂടെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ഏതാണ്? ജഡ്ജ്മെൻറ്റിൻ്റെ റലം. അതായത് ഫോൾസ് അപ്പോസൽസ്, ഫോൾസ് പ്രോഫറ്റ്സ്, ഇസ്രായേൽ, അങ്ങനെ ഒരു ഇതിൽ കൂടെ ഇത് കാണും. പിന്നെ 4 ലെവൽസിൽ ഇങ്ങനെ കാണുന്നു. പിന്നെ സ്ട്രക്ചറിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നു, അവരുടെ സിറ്റുവേഷൻ അറിയുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒരു ക്ലാസിഫിക്കേഷനാണ്. അത് വലിയൊരു യാത്രയാണ്. ഈ 7 ലെറ്റേഴ്സ് രക്ഷാകര ചരിത്രത്തിലെ 7 കാലഘട്ടമാണ്. കാരണം ദൈവം രക്ഷാകര ചരിത്രം മുഴുവൻ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്തതാണ്, അല്ലേ? മനുഷ്യകുലത്തെ ദൈവമായിട്ട് ഐക്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഈ ലെറ്റേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത് 7 കാലഘട്ടത്തെക്കുറിച്ചാണ്. എഫേസുസ് സഭയ്ക്കുള്ള ലെറ്റർ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെയൊക്കെ കുറച്ച് കഴിഞ്ഞ് ഡീറ്റെയിൽസിലേക്ക് വരാട്ടോ. ഇതൊക്കെ ഒരു അടിസ്ഥാനമായിട്ട് പറയുന്നതാണ്. ക്രിയേഷൻ ടൈമാണ്. സ്മിർണ പാട്രിയാർക്സ്, ഈ പൂർവ്വപിതാക്കന്മാരില്ലേ, ജോസഫ്, അങ്ങനത്തെ പാട്രിയാർക്സ് എന്നാണ് അതിനെ പറയുക. സ്മിർണ. പെർഗമും, എക്സഡസ്, ആ കാലഘട്ടം. തിയത്തീര സഭ, രാജാക്കന്മാരുടെ കാലഘട്ടം. സാർദീസ്, പ്രവാചകന്മാരുടെ കാലഘട്ടം. ഫിലഡൽഫിയ, മക്കബായക്കാരുടെ കാലഘട്ടം. ലൗദിക്യ സഭ, ക്രിസ്തുവിൻ്റെ അവിടുന്ന് ശേഷമുള്ള കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതൊന്ന് വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ ഇനി ഒരു ഇത് കിട്ടും. ക്രിയേഷൻ, അവിടെ അവർ ലവ്ലെസ് ആവുകയാണ്, അവരുടെ സ്നേഹം കുറയാണ്. അതുകൊണ്ടാണല്ലോ അവർ പാവത്തിലേക്ക് പോയത്. പേട്രിയാർക്സിൻ്റെ സമയത്ത് അവർക്ക് ഒത്തിരി സഫറിങ് ഉണ്ടായില്ലേ. എക്സഡസ്, അവർ വളരെ വേൾഡ്ലി ആയി മാറിയ കാലഘട്ടമാണ്. രാജാക്കന്മാരുടെ കാലഘട്ടം, തെറ്റായ പഠനങ്ങൾ വന്ന കാലഘട്ടമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രവാചകർ, അതായത് പ്രവാചകർ വന്നത് സ്പിരിച്വലി ഡെഡായിരുന്നു. കുറേ ആൾക്കാർ എല്ലാം ഉണ്ട്. സാർദീസ് സഭയുടെ കാര്യം പറഞ്ഞില്ലേ, സ്പിരിച്വലി ഡെഡ്. പിന്നെ വന്നത് മക്കബായ കാലഘട്ടം, അതായത് സ്പിരിച്വലി അലൈവായ സമയം. പിന്നെ അവസാനം ഇത്. ഓക്കെ, ഇതാണ്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം, ഓരോ സഭയെക്കുറിച്ച് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ലെറ്ററിൻ്റെ പ്രധാന ഉദ്ദേശം കൂടി കണ്ടിട്ട് നമുക്ക് ഓരോന്ന് എടുക്കുന്നതായിരിക്കും നല്ലതായി. പ്രധാന ഉദ്ദേശം വ്യക്തിപരമാണ് കേട്ടോ. അപ്പോൾ പ്രധാന ഉദ്ദേശം എന്തായിരിക്കും? നമുക്ക് എന്തായിരിക്കും പ്രധാന ഉദ്ദേശം? പശ്ചാത്തപിക്കുക. അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞത്, എപ്പോഴും പശ്ചാത്തപിക്കുന്നത് എങ്ങനെയാണ്? പ്രകാശത്തിൻ്റെ സന്നിധിയിലാണ് പശ്ചാത്താപം യഥാർത്ഥമായിട്ടുണ്ടാവുക. ഏഷ്യ 6:1-2 നമ്മൾ പറയുന്നുണ്ടല്ലോ. അതായത് എത്രമാത്രം നമ്മൾ ദൈവത്തിൻ്റെ പ്രകാശം കാണുന്നു അത്രമാത്രം നമ്മൾ പാപികളാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫിലിപ്പിയർ 2:1-10 ഞാൻ മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠരായി കണക്കാക്കുന്നു പറഞ്ഞില്ലേ.
അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല, അത് ശരിക്കും സ്പിരിച്വൽ കോൺഷ്യസ്നെസ് ആണ്. നമ്മളെന്താന്ന് പറയുന്നത്, ആത്മീയ തലത്തിൽ വരുമ്പോൾ ഇതാണ് രഹസ്യം. ഏത്? ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പ്രകാശമാണ് കാണുന്നത്. ആ പ്രകാശം കാണുമ്പോൾ ഞാൻ പറയുകയാണ്, ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ എന്നേക്കാൾ ശ്രേഷ്ഠരാണ്. അപ്പോൾ അവിടെ അപകർഷതാബോധം ഉണ്ടോ? ഇല്ല. അതായത് ഈ നിൽക്കുന്ന ഓരോരുത്തരും, അതാണ് പൗലോസ്ലിയും പത്രോസ്ലിയും ഒക്കെ പറഞ്ഞത്, പാപികളിൽ ഒന്നാമൻ. അത് എന്നാണ് പറഞ്ഞത്? പ്രകാശം വന്നപ്പോഴാണ്. ഇതാണ് സ്പിരിച്വൽ ആംഗിളിക്കൂടെ ഫിലിപ്പിയർ 2 നമ്മൾ കാണുന്നില്ലേ മറ്റുള്ളവരൊക്കെ. അതായത് ഈ ദൈവപ്രകാശത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ കാണാം. അപ്പോഴാണ് രക്ഷാകരമായിട്ടുള്ള പശ്ചാത്താപം ഉണ്ടാവുക. പൗലോസ്ലിയ പറയുന്ന രക്ഷാകരമായ 7-ാം അധ്യായത്തിൽ പറയുന്നില്ല കൊരിന്ത്യർക്കുള്ള രക്ഷാകരം, അല്ലെങ്കിൽ ലൗകിക ദുഃഖം ഉണ്ടാവുന്നത്. നമുക്ക് ലൗകിക ദുഃഖം അത് ഇന്ന് ഒരുമാതിരിയുള്ള കുമ്പസാരവും ഒക്കെ ലൗകിക ദുഃഖമാണ്, രക്ഷാകരമായ ദുഃഖമല്ല. അത് പ്രകാശം കിട്ടുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ്. അതായത് പ്രകാശത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ, അതാണ് ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായം നമ്മളിങ്ങനെ ഈ പ്രകാശത്തിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഞാൻ ഈ പ്രകാശത്തിലേക്കാണ് നോക്കുന്നത്, ദിവ്യകാരുണ്യമാകുന്ന പ്രകാശത്തിലേക്ക് നോക്കുന്നു, വചനമാകുന്ന പ്രകാശത്തിലേക്ക് നോക്കുന്നു. നമ്മൾ ഈ പ്രകാശത്തിൻ്റെ സന്നിധിയിലാണെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ നടന്നു പോയാൽ മതി, വലിയ അങ്ങനെ കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അതായത് വെറുതെ ഇങ്ങനെ കടന്നു പോവുക, ഓരോ സ്ഥലത്തേക്ക് കൂടെ കടന്നു പോവുക. ആ കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ദൈവം അറിയാതെ, ആരും അറിയാതെ അവിടെ വിശുദ്ധീകരണം നടക്കും. അതാണ് വേണ്ടത്. ഈ പ്രകാശം കണ്ട് ആദ്യത്തെ അധ്യായത്തിൽ ഈ പ്രകാശം മുഴുവൻ കാണിക്കുകയാണ്. ഇത് ഈ വെളിപാടിൻ്റെ ഒരു നല്ലൊരു, അത് നമ്മുടെ കുർബാനയുടെ ഒരു തലമാണ്. നമ്മൾ ആദ്യം കുർബാനയിൽ ഈശോയെ കാണുന്നു, പിന്നെ ലോകത്തിലേക്ക് ഇറങ്ങുന്നു, ഇങ്ങനെയാണല്ലോ. സ്വർഗത്തിലേക്ക് വരുന്നു, പിന്നെ ഭൂമിയിലേക്ക് പോകുന്നു. അപ്പം ആദ്യത്തെ അധ്യായം നമ്മളെ എന്ത് കാണിച്ചു തന്നു? സ്വർഗം അങ്ങോട്ട് ടോപ്പ് ലെവലിൽ കാണിച്ചു തന്നു. അതായത് ഇതാണ് കർത്താവ്, ഇതാണ് സ്പിരിറ്റിലായിരിക്കുമ്പോൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ പിടിച്ച് എങ്ങോട്ട് കൊണ്ടുവന്നു? ലോകത്തേക്ക് കൊണ്ടു. ദേ കണ്ട എല്ലാവരും കണ്ടോ? നിന്നെ ഉൾപ്പെടെ കണ്ടോ എന്ന് ചോദിക്കണം. അപ്പം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റണം. അപ്പോൾ ഈ കാണാൻ പറ്റുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? റിപ്പൻറ്റൻസ് ഉണ്ടാകുന്നത്. അതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് റോമ 2:4 നമ്മൾ വായിക്കുന്നതാണ്. അതായത് ദൈവം കരുണ കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുതാപം കിട്ടണമെന്നുള്ളതാണ്. അതായത് അനുതാപം. അപ്പോൾ ഈ പറയുന്ന ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ദൈവം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരൊറ്റ ലക്ഷ്യമുള്ളൂ ദൈവത്തിന്, എങ്ങനെയെങ്കിലും അനുദപിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് റിപ്പൻറ്റൻസിനെ കുറിച്ച് ഈശോ ഒരു പറയുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വെളിപാട് 2:5 ഡിഫക്റ്റീവ് ലവ്. ഡിഫക്റ്റീവ് അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അതായത് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ആ സ്നേഹം ഇല്ലാതായി, ഡിഫക്റ്റീവായി. അപ്പം നമ്മൾക്ക് ദൈവത്തോടുള്ള സ്നേഹം ഇതിൽ ഡിഫക്റ്റ് വന്നിട്ടുണ്ടോ? നമ്മൾ സഭയെക്കുറിച്ച് കേൾക്കും, എഫെസു സഭയെക്കുറിച്ച് കേൾക്കും, ഭയങ്കര അഭിനന്ദനമാണ് കൊടുക്കുന്നത്, അതവിടെ നമുക്ക് കാണാം. പക്ഷെ ഒപ്പം ഈ പുള്ളിക്ക് സ്നേഹമില്ല. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓർത്തഡോക്സി കൂടുമ്പോൾ ലീഗാലിറ്റിയും കൂടുന്നു പറയുന്നത്. ഇത് നമ്മൾ വളരെ അടക്കും ചിട്ടും കൂടുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സ്നേഹവും അതിനൊപ്പം കുറയുമെന്ന് പറയുന്നു. അതായത് വളരെ ഈ എഫെസു സഭയെക്കുറിച്ച് പറഞ്ഞാൽ ടോപ്പ് ലെവലാണ്. അതായത് എല്ലാ വിശുദ്ധരും ഒരുമിച്ച് ജീവിച്ച സ്ഥലമാണ്. ആരൊക്കെയാ? പൗലോസ്ലീഹ, മാതാവ്, യോഹന്നാൻ സ്ലീഹ. അപ്പം അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള എല്ലാ ധ്യാന ഗുരുക്കന്മാരും ഒരുമിച്ച് ധ്യാനിപ്പിക്കണ പോലെ ഇരിക്കും. അത് കഴിഞ്ഞൊരു ഇറക്കം ഉണ്ട് അവിടുന്ന്. ഇനി ആരെന്നെ പഠിപ്പിക്കാൻ? ഇവനെന്തറിയാം? ഇവൾക്ക് എന്തറിയാം? ആ ഒരു
അപ്പം എന്താണെന്ന് വെച്ചാൽ അറിവുള്ളൂ. നമുക്കൊരു വചനം അറിയാലോ, അറിവ്. 1 കൊരിന്ത്യർ 8:1. കണ്ടോ, സ്നേഹമോ അറിയേണ്ടത് അറിയുന്നില്ല. അപ്പോൾ ഇതാണ് ഡിഫക്റ്റീവ് ലവ്. അതായത് കുറേ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളൊരു എന്തോ ഒരു, പിന്നെ ഞാൻ കൃപയിലാണെന്ന് അങ്ങോട്ട് വിചാരിച്ച് അങ്ങോട്ട് നടക്കുക, എന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുക. അതായത് അത് പാപിയാണെന്ന് വിചാരിക്കുന്ന ആൾ ആ പണിക്ക് പോവില്ല. പറയും, ദൈവമേ ഈ കൃപ, ഈ ഒരു വെളിവൊന്നും കിട്ടിയില്ലെങ്കിൽ ഈ നിൽക്കുന്നേക്കാൾ കൂടുതൽ അതമ്പതിക്കാവുന്നുള്ള എല്ലാ കപ്പാസിറ്റിയുള്ള ആളാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റേതെന്ന് വെച്ചാൽ കുറേ അറിവ് കിട്ടുമ്പോൾ അറിവാണ് ആത്മീയത എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അറിവാണ് ആത്മീയത. അറിവൊന്നല്ല. അറിവ് അജ്ഞതയെ മാറ്റുന്നുള്ളൂ. ആത്മാവിൽ ചരിച്ചാലാണ് ആത്മീയത ഉണ്ടാവുകയുള്ളൂ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിന് നല്ലതാണ്. കാര്യങ്ങൾ അറിയണം, സത്യം അറിയണം, സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കുക. പക്ഷെ ആത്മീയത എന്ന് പറയുന്നത് ആത്മാവിൽ ജീവിക്കുമ്പോൾ. ഇനി രണ്ടാമത്തത് ഇൻകംപ്ലീറ്റ് വർക്ക്. വെളിപാട് 3:3. വെളിപാട് 3:3. ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഈ പറയുന്ന കാര്യങ്ങൾ, ഓരോ സഭയെക്കുറിച്ച് പറയും. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് സ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഇറോണിയസ് ടീച്ചിങ്, തെറ്റായ പഠനങ്ങൾ. വെളിപാട് 2:15-16. ഇന്നും ഈ നിക്കോളാസ് പക്ഷക്കാർ ഈ സമൂഹത്തിലുണ്ട്. അതായത് ഈ തെറ്റായ പഠനങ്ങൾ കൊണ്ടുവരുന്നവരാണ്. അവർക്ക് ചില അവരുടേതായ കുറവുകളുണ്ട്, അത് വെച്ചൊരു പഠനം ഉണ്ടാക്കുകയാണ്. സൂയിസൈഡായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവരുടേതായ കുറവുകൾക്ക് അനുസൃതമായിട്ട് അവരൊരു പഠനമാണ് ഉണ്ടാക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് അത് ശരിയാണെന്ന് കുറേ പേരങ്ങോട്ട് ആ വലയത്തിലേക്ക് കൊണ്ടുവരും ചെയ്യും. ആണ് ഇറോണിയസ് ടീച്ചിങ്. പിന്നെ വെളിപാട് 2:21-22. ഐഡോൾട്രി. അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി, എന്നാൽ അവൾ തന്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതാ ഞാൻ അവളെ രോഗശൈലിയിൽ തള്ളിയിടുന്നു. അവളുമായുള്ള വീഴ്ചയെ പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. അത് ഈ പറയുന്ന ആളെ കുറിച്ചുള്ളത് ഒരു സ്പിരിറ്റും കൂടിയാണത്. ഇതിൻ്റെ ഒക്കെ കൂടെ ഒരു സ്പിരിറ്റ് ഉണ്ട്, ജസബൽ സ്പിരിറ്റ്. അപ്പം ഈ സ്പിരിറ്റിൻ്റെ പുറകെ ഒരു പാപമുണ്ട്. ഈ ജസബൽ സ്പിരിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലൊരു പാപം കിടക്കുന്നുണ്ട്. അതായത് അതൊരു തരം മെസ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്, വശീകരിക്കുക, അതുപോലെ തന്നെ ആധിപത്യം ചെലുത്തുക, ഭീഷണിപ്പെടുത്തുക. ഇത് ഒരു ശൈലിയാക്കുക. റെവലേഷൻ 3:16. റിപ്പൻറ്റ് ചെയ്യേണ്ട മേഖല. ഇൻഡിഫറൻ്റ് ആയി മാറുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന കമൻസ് ഉണ്ടല്ലോ, ഓരോ കാര്യത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച് നമ്മൾ പറയുന്ന കമൻസ്, നമ്മുടെ അധികാരികളെ കുറിച്ച് പറയുന്ന കമൻസ്, നമ്മളെക്കുറിച്ച് പറയുന്ന കമൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ സാധനം കയറി വരുന്നുണ്ട്. നമ്മൾ പ്രശ്നങ്ങളൊന്നും ഒരു സ്ഥലത്തും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് ചർച്ച ചെയ്യേണ്ടവരൊക്കെ ചർച്ച ചെയ്തോളൂ. നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് അന്വേഷിക്കാമേ. നമുക്ക് ഒത്തിരി പരിഹാരം ചെയ്യാനുണ്ട് ഇല്ലേ? അത് ഓരോ തലത്തെക്കുറിച്ചുള്ള. അപ്പോൾ ലുക്വാം ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. വെളിപാട് 3:19. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുദപിക്കുക. ഞാൻ വാതിലിൽ നിർത്തുന്നു. അതായത് ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റക്കപ്പായി നിന്ന് അതിലെ ഹാപ്പി ആയിട്ട് പോവുക, ഇത്രയൊക്കെ മതി. ഇതിന് അപ്പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നോർമലൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. ഭയങ്കര ചതിയാണത്. അതായത് അൺവാണ്ടഡ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ അവസാനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അൺവില്ലിങ്നെസ് ഓഫ് ദ വിക്കറ്റ്. അവിടെയാണ് ദൈവം വിഷമിക്കുന്നത്. ദൈവത്തിൻ്റെ നീതി തുടങ്ങി,
ഒരു മാറ്റവും ഇല്ല എന്ന് പറയില്ലേ, അതാണ് വെളിപാട് 9:20-21 ലാസ്റ്റ് വചനത്തിനടുത്ത്. ആ തങ്ങളുടെ കരവേലയിൽ കേന്ദ്രീകരിക്കുകയോ പിശാചുക്കളെ കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും സ്വർണം, വെള്ളി, പിച്ചള, കല്ല്, തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്തില്ല. ഇനി 16:9-11 വരെ. അത്യുഷണത്താൽ മനുഷ്യർ വെന്തെറിഞ്ഞു. ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിന്റെ നാമം അവർ ദൂഷിച്ചു. അവർ അനുദപിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. കണ്ടോ, ദൈവം അങ്ങനെ അവസരം ഇങ്ങനെ കൊടുത്ത് പോയിട്ട് പോലും ഇങ്ങനെയാണ്. അങ്ങനെ ഏറ്റവും അവസാനം ഇത് മുഴുവൻ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു കാലമാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ സഭയിലേക്ക് കുറേ ശ്രദ്ധിക്കാം. ആദ്യത്തെ സഭ എഫേസുസ് സഭ. അവിടെ എന്താണ് എഫേസുസ് സഭയും നമ്മൾ ബാക്കിലേക്കും കൂടി നോക്കാമെന്ന് പറഞ്ഞില്ലേ, എന്താണ് അവിടെ സംഭവിച്ചത്? എഫേസുസ് സഭയ്ക്ക് എന്താ സംഭവിച്ചത്? ഓക്കെ, അതിന് കാരണം എന്താണ്? അവരെന്തുകൊണ്ട് വീണത്? ഫിയർ. സ്നേഹമുള്ളവന് ഭയം ഉണ്ടാവുമോ? വചനം എവിടെയാ? 1 യോഹന്നാൻ 4:18. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. ഏറ്റവും ആദ്യം മനുഷ്യനെ സ്വാധീനിക്കുന്ന അരൂപി ഏതാണ്? ഭയമാണ്. അതായത് ഭീതി ജനിപ്പിക്കുക. ഈ സ്റ്റാർട്ടിങ് ഫിയറാണ്. അപ്പം നമ്മളിലേക്കും ഈ ഫിയർ ഇൻജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവരുടെ വീഴ്ചയുടെ കാരണം എന്താണ്? ഫിയറാണ്. ഓക്കെ, പക്ഷെ അന്ന് മുതൽ ദൈവം രക്ഷിക്കാൻ പദ്ധതികൾ ഇട്ടു. അതായത് അത് കഴിഞ്ഞ് ഇവന് പദ്ധതികൾ ഉണ്ടായിരുന്നല്ലോ. ഇവനോട് പാപം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു ദൈവിക മനുഷ്യർ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഈ 2 കാര്യമുണ്ട്, ഇതിൽ നിന്ന് ഏതെങ്കിലും തിരഞ്ഞെടുത്തോ എന്നല്ലേ പറയുള്ളൂ. നിയമാവർത്തനം 30:15, അതുപോലെ പ്രഭാഷകൻ 15:17. അതായത് ചോയ്സാണ് കൊടുത്തേക്കണേ. ഓക്കെ, അപ്പോൾ ദൈവം ചോയ്സ് കൊടുത്തു. ട്രീ ഓഫ് നോളേജിൽ നിന്ന് കഴിക്കരുതെന്നുള്ള ചോയ്സ് അവർക്ക് കൊടുത്തു. പക്ഷെ ഇവിടെ ചോയ്സ് അല്ല പിശാച് കൊടുക്കുന്നത്. പ്രലോഭനം നമ്മൾ പറയുന്ന പോലെ പ്രലോഭനമല്ല. ഇവിടെ ആദാം പേടിച്ച് ചോയ്സ് ചെയ്തെടുത്തു. അവിടെയാണ് ഉത്ഭവം. അതാണ് സ്പിരിറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നല്ല ധൈര്യത്തിലും കാര്യത്തിലൊക്കെയാണ് ജീവിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് നമ്മളെ സ്പിരിറ്റ് ഓഫ് ഫിയർ അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മളാകെ പരിഭ്രാന്തരായി. അപ്പോൾ ആ ഫിയറിൽ നമ്മളെന്താ ചെയ്തു കൂട്ടാന്ന് നമുക്ക് അറിയില്ല. നോർമൽ ഫിയർ അല്ല കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു ചോയ്സ് ഉണ്ട്. നമുക്ക് ഒരു സംഭവം കണ്ടാൽ പെട്ടെന്ന് പേടി വരും. പക്ഷെ ആ പേടിക്ക് അനുസരിച്ചാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തതെന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഇവിടെയാണ് ഇത് ഡിസ്റ്റിങ്ഷൻ ചെയ്യേണ്ടത്. എനിക്ക് വന്ന ഭയത്തെക്കുറിച്ചല്ല, ഭയത്തിന് അനുസൃതമായിട്ടാണോ ഞാൻ പ്രവർത്തിച്ചതെന്നുള്ളതാണ്. പിന്നെ പലവട്ടം ഞാൻ ധൈര്യത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ ഭയമേ വരില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു വീക്ക്നെസ്സാണ് കടന്നുകൂടിയത്. ട്രീ ഓഫ് ലൈഫ്. ഇവർ പാപം ചെയ്ത ഉടനെ അതിന് കാവലേർപ്പെടുത്തി. ഇതിൽ നിന്ന് ഭക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നേക്കും എന്തായി മാറും? പാപത്തിന് നിത്യതയാവും അവരൊരിക്കലും. അപ്പം ദൈവം അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാവലേർപ്പെടുത്തുന്നത്. കാരണം അവർക്ക് ഇതൊരിക്കലും നഷ്ടപ്പെടരുത്, അതായത് രക്ഷ നഷ്ടപ്പെടരുത്. കാരണം ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് വിസ്ഡമായിട്ടാണ്, വചനമായിട്ട് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് പിന്നെ കർത്താവായിട്ടും വരുന്നുണ്ട്. സങ്കീർത്തനം 1:3, സുഭാഷിതം 3:18, സുഭാഷിതം 11:30, സുഭാഷിതം 13:12, സുഭാഷിതം
15:4. അതുകൊണ്ട് യഹൂദര് വചനത്തെ ട്രീ ഓഫ് ലൈഫായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇനി ഇവരെ മോചിക്കണമല്ലോ. ഇതാണ് ക്ലൈമാക്സിൽ വരുന്ന ട്രീ. ഏതാണ് ട്രീ ഓഫ് ലൈഫായിട്ട് വരുന്ന? ഏതാണ്? കാൽവരി കുരിശ്. ഓക്കെ, ആ കുരിശാണ് ശരിക്കും ഇവരെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 2-4 കുർബാനയായിട്ട് മാറുന്നത്. വെളിപാട് 22-ലെ 2-14 വായിക്കും. നഗരവീഥിയുടെ മധ്യത്തിൽ നദികളുടെ ഇരുവശങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ്. അത് നമ്മുടെ സഭാപിതാക്കന്മാർ പറയുന്നതാണ്. ഈ ട്രീ ആണ് യൂക്രിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മളെ ആക്സസ് തന്നേക്കാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് 8 യാവേയുടെ 8 ഉടമ്പടികളെ കുറിച്ച് നോക്കാം. ഇതാണ് അന്ന് തുടങ്ങിയ ഉടമ്പടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഉടമ്പടിയെക്കുറിച്ചൊരു വചനം നോക്കാം. സങ്കീർത്തനം 103:17-18. ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെ. ബട്ട് യാവേസ് ഫെയ്ത്ത്ഫുൾ ലവ്. കണ്ട, ഉടമ്പടി എന്തിനു വേണ്ടിയുള്ള? വിശ്വസ്തമായ സ്നേഹം. ആ വാക്കതിനകത്ത് വരുന്നില്ലല്ലോ. കണ്ട, ഉടമ്പടികൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വിശ്വസ്തതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബട്ട് യാവേസ് ഫെയ്ത്ത്ഫുൾ ഫോർ ലവ് ഫോർ ദോസ് ഹു ഫിയർ ഹിം ഈസ് ഫ്രം ഇറ്റേണിറ്റി ആൻഡ് ഫോർ എവർ. അപ്പോൾ ഈ പാപം വഴിയായിട്ട് ഇറ്റേണിറ്റിയാണ് നഷ്ടപ്പെടുത്തിയത്. അതായത് ഒറിജിനൽ ഗ്രേസ്. ദൈവം നമ്മൾക്ക് തന്നിട്ടുള്ളത് ഒറിജിനൽ സിന്നിന് മുമ്പൊരു ഒറിജിനൽ ഗ്രേസ് ഉണ്ട്. ആ ഗ്രേസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ മനസ്സിലാക്കിയതാണ്, നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിത്യത മനുഷ്യൻ ഒരു ചോയ്സ് കൊണ്ട് നഷ്ടപ്പെടുത്തിയെങ്കിലും ദൈവം ആ മനുഷ്യനെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടുത്തെ വിശ്വസ്തമായ സ്നേഹം ഈ വ്യക്തിയെ നിത്യതയിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നുള്ള ആത്മാവിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമാണ്. അതാണ് യാക്കോബ് 4:5 ആ സ്നേഹമാണ് ഇങ്ങനെ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പുകൾ എടുക്കണം. ആ സ്റ്റെപ്പ് പ്രകാരമാണ് 8 ഉടമ്പടിയിലേക്ക് വരുന്നത്. ഫിയർ ഹിം ഈസ് ഫ്രം ഇറ്റേണിറ്റി ആൻഡ് ഫോർഎവർ ആൻഡ് ഹിസ് സേവിങ് ജസ്റ്റിസ് ടു ദെയർ ചിൽഡ്രൻസ് ചിൽഡ്രൻ ആസ് ലോങ് ആസ് ദേ കീപ് ഹിസ് covenant and carefully obey his precepts. ആദ്യത്തെ കവനൻ്റാണ് കവനൻ വിത്ത് ആഡം ആൻഡ് ഈവ്. അതാണ് അതിൻ്റെ അടയാളമാണ് ഇത് ട്രീ ഓഫ് ലൈഫ്. ഹോസിയ 6:7 ഒന്ന് വായിക്കാമോ? എന്നാൽ ആദാമിൽ വെച്ച് അവർ ഉടമ്പടി ലംഘിച്ചു. അവിടെ വെച്ച് എന്നോട് അവർ അവിശ്വസ്തത കാണിച്ചു. എവിടെ വെച്ച്? ഓക്കെ. ഇനി രണ്ടാമത്തെ ഉടമ്പടി നോഹയായിട്ടാണ് അല്ലേ? നോഹ ആൻഡ് ദ എർത്ത്. അത് ഇനി ഒരിക്കലും. അപ്പോൾ അതിനടയാളമായിട്ട് എന്താ വന്നത്? മഴവില്ല് വന്നു. സിറാക്ക്, അതായത് പ്രഭാഷകൻ 44:17-18. നോഹ നീതിമാനായിരുന്നു, വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. മൂന്നാമത്തെ ഉടമ്പടി അബ്രാഹമായിട്ടാണ് ചെയ്യുന്നത്. പ്രഭാഷകൻ 44:19-20. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹാം. പാപത്തിൽ അവന് സ്വന്തനായി ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. നാലാമത്തെ ഉടമ്പടി അത് മോശയും ഇസ്രായേലും സീനായ് മലയിലും, അതായത് ടബർനാക്കിളും സാബത്ത് ഒബ്ലിഗേഷനും വരുന്ന ഉടമ്പടിയാണ്. എസെക്കിയേൽ 20:20 വായിച്ചു നോക്കിയാൽ. ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കുമിടയിൽ ഒരു അടയാളമായി എന്റെ സാബത്തുകൾ നിങ്ങൾ വിശുദ്ധമായി ആചരിക്കുക. അതായത് ഇത് സേക്രഡ് ടൈം ആൻഡ് സ്പേസിനെ കുറിച്ചാണ് പറയുന്നത് അവിടെ. അതായത് അപ്പോൾ ഈ ഉടമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തി സാബത്തിനെ കാണുന്ന ഇത് ഒരു
സേക്രഡ് ടൈം, സേക്രഡ് സ്പേസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ വിശ്വസ്തതയെ ഇത് ചെയ്യുന്നതാണ്. അടുത്തത് ആരാണ്? ആരോൺ ആൻഡ് സൺസ്. അവരാണ് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡിലേക്ക് വരുന്നത്. പ്രഭാഷകൻ 45:7. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മലാക്കി 2:4-5. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ലേവിയുമായുള്ള എന്റെ ഉടമ്പടി നിലനിൽക്കേണ്ടതിനാണ് ഈ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് അങ്ങനെ നിങ്ങൾ അറിയും. അവനോടുള്ള എന്റെ ഉടമ്പടി ജീവന്റെയും സമാധാനത്തിന്റെയും ഉടമ്പടി ആയിരുന്നു. ലേവ്യർ 2:13. ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നീ എല്ലാ ബലിയും സമർപ്പിക്കുന്നു. ആറാമത്തത് ഫീനാസ്, അതായത് പെർപെച്വൽ പ്രീസ്റ്റ്ഹുഡ് ഇൻ എ കവനന്റ് ഓഫ് പീസ്. അത് നമുക്ക് പ്രഭാഷകൻ 45:24. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കുന്നു. സംഖ്യ 25:11-15 വരെ. പുരോഹിതനായ അഹ്റോന്റെ പുത്രനായ എലയാസാറിന്റെ മകൻ ഫിനെഹാസ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ എന്റെ തീക്ഷ്ണതയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ച് എന്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതിനാൽ കോപം ജ്വലിച്ച് ഞാൻ അവരെ സംഹരിച്ചില്ല. ആകയാൽ അവനുമായി ഞാൻ സമാധാനത്തിന്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. ഇനി ഏഴാമത്തത് ഡേവിഡ് ആൻഡ് ഡിസെൻഡൻസ്. അതാണ് ഡൈനാസ്റ്റി ആൻഡ് ത്രോൺ ഫോർ എവർ ആയിട്ട് വരുന്നത്. അതിലൂടെ ത്രോൺ ആൻഡ് ടെമ്പിൾ ആണ് ഇവിടെ അടയാളം. സിറാക്ക് 45:25. രാജാവിന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അക്രോന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്കാണ്. നമുക്ക് ഫൈനൽ ഉടമ്പടി. യേശു ഇതുവരെയുള്ള എല്ലാ ഉടമ്പടികളും, ഈ കഴിഞ്ഞു പോയ 7 ഉടമ്പടി ഉണ്ടല്ലോ, അത് മുഴുവൻ പൂർത്തീകരിക്കുന്നത്, അതിൻ്റെ എല്ലാം പൂർത്തീകരണം വന്ന് നിൽക്കുന്നത് എവിടെയാണ്? ഈ കവനന്റിലാണ്. എന്നിട്ട് നമുക്ക് എന്ത് തരുന്നു? കുർബാന തരുന്നു. ക്രോസ്, ദ ട്രീ ഓഫ് ലൈഫ് ആൻഡ് ദ യൂക്രിസ്റ്റ്. അവിടം കൊണ്ട് എല്ലാ ഉടമ്പടിയും കഴിഞ്ഞു. ഇനി ഈ ഉടമ്പടി ആഘോഷിച്ചാൽ മതി. എന്തുണ്ടെങ്കിലും ഇതിലേക്കാണ്. അതാണല്ലോ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, സോഴ്സ് ആൻഡ് സബ്മിറ്റ്. ഇത് ഇവിടെ ഉടമ്പടി പൂർത്തിയായി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് 2 വചനം നോക്കാം. ഏശയ്യാ 55:3. എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. കണ്ട, ശാശ്വതമായി ഉടമ്പടി ഉണ്ടാക്കും. ജെറമ്യാ 31:34 വരെ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. 1 Korinthos 11:25. അപ്രകാരം തന്നെ പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോൾ. ഹീബ്രു 12:24. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സൗഖ്യത്തിലേക്കും ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തിളക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ.